പുണ്യമായ റമദാനിൻ്റെ മൂന്നാമത്തെ പത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തൊക്കെ ദിക്റുകൾ നമ്മൾ പറയണം, ഏത് സ്വലാത്താണ് നമ്മൾ കൂടുതൽ ചൊല്ലേണ്ടത്, ഏതൊക്കെ സൂറത്തുകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്, എല്ലാം വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നൊരു സ്വലാത്ത്, അതായത് പ്രശ്നങ്ങളില്ലാത്തവരായി ആരുമില്ല. എല്ലാവർക്കും അവരുടേതായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും. നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മാറാൻ ഒരുപാട് വഴികൾ മഹാന്മാർ പറഞ്ഞു തരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത് ഒരു സ്വലാത്താണ്. ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് പറഞ്ഞാൽ ആ സ്വലാത്തിന് പ്രതിഫലം കിട്ടുന്നത് 100 പ്രാവശ്യമാണ് പറയുന്നതെങ്കിൽ അവൻ്റെ 100 പ്രയാസങ്ങൾ അള്ളാഹു മാറ്റും. അതിൽ 70ഓളം പ്രയാസങ്ങൾ ആഖിറത്തിലേതാണ്, 30ഓളം പ്രയാസങ്ങൾ ദുന്യാവിലേതാണ്. എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് ഇൻഷാ അള്ളാഹ് ഏതാണെന്ന് പരിചയപ്പെട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്കൊന്നിച്ച് കുറച്ച് ആ സ്വലാത്ത് ചൊല്ലാം. ഇനി ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച നോമ്പാവാനും സാധ്യതയുണ്ട്, പെരുന്നാൾ ആവാനും സാധ്യതയുണ്ട്. ആ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട, പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹവാത്സല്യം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധമായ ഈ റമളാൻ മാസം അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. റമളാൻ 1 മുതൽ ഇന്ന് വരെ നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പ്, അതുപോലെ ഖുർആൻ പാരായണം, നമ്മുടെ നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ എല്ലാത്തിൻ്റെയും പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാനിൻ്റെ മൂന്നാമത്തെ പത്തിലാണ് നമ്മളുള്ളത്. അതോടൊപ്പം വിശുദ്ധ റമളാനിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച രാവിലുമാണുള്ളത്. ഇന്ന് 23ാം രാവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് എന്തെല്ലാം ഓഫറുകൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒന്നിച്ചു വന്നിട്ടുള്ള ഒരു രാവും പകലുമാണ് നമ്മളിലേക്ക് ഇനി കടന്നു വരുന്നത്. നമ്മൾ റമളാൻ മാസത്തിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് പരിശുദ്ധമായ റമളാനിൻ്റെ 17ാം രാവ്, അതുപോലെ 19ാം രാവ്, 21ാം രാവ് ഒക്കെ നമ്മൾ സജീവമാക്കിയവരാണ്. ഒരുപാട് നന്മകൾ ചെയ്തവരാണ്. ഇന്നത്തെ രാവ്, അതായത് ഇന്ന് 23ാം രാവാണ്. മാത്രമല്ല വെള്ളിയാഴ്ച, പരിശുദ്ധമായ റമളാനിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. അതോടൊപ്പം തന്നെ പുണ്യമായ റമളാനിൻ്റെ 3ാമത്തെ പത്തിലെ ഒരു ദിവസവും കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമക്ക് നരകമോചനവും സ്വർഗപ്രവേശനവും വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ വാഗ്ദാനം കൂടുതൽ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് പരിശുദ്ധമായ റമളാനിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. അതായത് 2023 റമളാൻ, അതായത് നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഈ റമളാൻ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 4ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഒന്നുകിൽ അടുത്ത വെള്ളിയാഴ്ച നോമ്പാവാൻ സാധ്യത, അല്ലെങ്കിൽ പെരുന്നാളാവാൻ സാധ്യത. അതായത് അടുത്ത വ്യാഴാഴ്ച പരിശുദ്ധമായ റമളാൻ 29ആണ്. അന്ന് മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ വെള്ളിയാഴ്ച പെരുന്നാളാണ്. ഇനി നിലാവ് കണ്ടില്ല എങ്കിൽ വെള്ളിയാഴ്ച 30 പൂർത്തിയാക്കി ശനിയാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. ഒരുപക്ഷെ ഇത് പരിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാൻ വളരെയധികം സാധ്യത ഉണ്ട്. ഇനി അടുത്ത ആഴ്ച നിലാവ് കണ്ടില്ല എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച കൂടി അൽഹംദുലില്ലാഹ് നമുക്ക് നോമ്പ് 30 പൂർത്തിയാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ഒരു സംശയത്തിൻ്റെ, ശക്കിൻ്റെ ദിവസങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകാനുള്ളത്. വേറൊന്നുമല്ല, പരിശുദ്ധമായ റമളാൻ 29 വ്യാഴാഴ്ചയായിരിക്കും. അന്ന് നിലാവ് കണ്ടാൽ വെള്ളിയാഴ്ച പെരുന്നാൾ, നിലാവ് കണ്ടില്ല എങ്കിൽ 30 പൂർത്തിയാക്കി ശനിയാഴ്ചയായിരിക്കും പെരുന്നാൾ. നാളെ വെള്ളിയാഴ്ചയാണ്, റമളാനിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ചയാണ്. എല്ലാ ഖത്തീബ് ഉസ്താദുമാരും അവർ മുൻകൂട്ടി തന്നെ, കാരണം ഇനി നിലാവ് കണ്ടാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച റമളാനിനോട് യാത്ര പറയാൻ ബുദ്ധിമുട്ടാണ്, യാത്ര പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ നാളത്തെ ഖുതുബയിൽ ഭൂരിഭാഗം ഉസ്താദുമാരും പരിശുദ്ധമായ റമളാനിന് സലാം പറയാൻ ഒരുങ്ങുകയാണ്. റമളാനിന് സലാം പറയുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൊട്ടിക്കരയുന്ന നിമിഷമാണ്. ഖത്തീബ് ഉസ്താദുമാരൊക്കെ ഖുതുബ ഓതുമ്പോൾ അവരൊക്കെ തൊണ്ടയിടറി
കണ്ണുകൾ നിറഞ്ഞ് ആ പരിശുദ്ധമായ റമദാനിന് സലാം പറയുന്നത് കേട്ട് ആ സഫിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കരഞ്ഞു പോവാറുണ്ട്. കാരണം നമ്മളിലേക്ക് ഏകദേശം 30 ദിവസത്തിന് വേണ്ടി കടന്നു വന്ന അതിഥി, ആ അതിഥി വിട പറയാൻ പോവുകയാണ് എന്ന വാർത്ത നമുക്കൊരു മുൻകൂട്ടി കിട്ടുകയാണ് ഈ ഖുതുബയിലൂടെ. എന്താ ഖുതുബയിൽ പറയുന്നത്? ഒന്നാമത്തെ ഖുതുബയിൽ ഖതീബ് ഉസ്താദുമാർ പറയാറുണ്ട്, അസ്സലാമു അലൈക്കും യാ ഷഹ്റ റമളാൻ. നമ്മളെ പരിശുദ്ധമായ റമളാൻ വന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കുകയായിരുന്നു, മർഹബം ബി റമളാൻ, റമളാനെ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. ഇത് റമളാൻ പോവുകയാണ്, പോകുമ്പോൾ സലാം പറയുകയാണ്. എങ്ങനെയാ സലാം പറയുന്നത്? അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ഷഹ്റ റഹ്മതി വർ-റിദ്വാൻ, അസ്സലാമു അലൈക യാ ഷഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ, അസ്സലാമു അലൈക യാ ഷഹ്റ റഹ്മതി വൽ ഗുഫ്റാൻ. ഇങ്ങനെ റമളാനിൻ്റെ ഓരോ പ്രത്യേകതയും എടുത്തെടുത്ത് പറഞ്ഞ് റമളാനിന് സലാം പറയുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. കാരണം അടുത്ത വെള്ളിയാഴ്ച ചിലപ്പോൾ നോമ്പാവാം, അല്ലെങ്കിൽ പെരുന്നാളാവാം. ഒരു സംശയമായതുകൊണ്ട് നാളത്തെ ഖുതുബയിൽ തന്നെ ഉസ്താദുമാർ പരിശുദ്ധമായ റമളാനിന് സലാം പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മളും ആ റമളാൻ വിട പറയാൻ ഒരുങ്ങുകയാണ് എന്നൊരു ബോധ്യം പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതിനനുസരിച്ചായിരിക്കണം ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, എന്തുമാവട്ടെ, ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ചയാവാം, അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് വെള്ളിയാഴ്ചയാവാം. എന്താണെങ്കിലും വെള്ളിയാഴ്ച വരുന്നു, വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ ഉള്ളത്. ഈ പരിശുദ്ധമായ മുഹൂർത്തങ്ങളിൽ ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഇബാദത്ത് തന്നെ മതി. നമ്മൾ ദിക്റുകൾ പറയുന്നു, ഖുർആൻ ഓതുന്നു, സ്വതക്കകൾ കൊടുക്കുന്നു, അത് തന്നെ ഒന്ന് ശക്തിപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നത്, നബിതങ്ങൾ അവസാനത്തെ റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ തൻ്റെ മുണ്ട് മുറുക്കി ഉടുക്കുമായിരുന്നു എന്നാണ്. മുണ്ട് മുറുക്കി ഉടുക്കുക എന്ന് പറഞ്ഞാൽ ആ മുണ്ട് ഉടുക്കാൻ പോലും നബിതങ്ങൾ സമയം കളയാതെ അതൊക്കെ മുറുക്കി ഉടുത്ത് എല്ലാ സമയത്തും ഇബാദത്തിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. തൻ്റെ വീട്ടുകാരെ ഇബാദത്തിന് വേണ്ടി വിളിച്ച് ഉണർത്തുമായിരുന്നു എന്നൊക്കെയാണ് ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ കാണുന്നത്. പിന്നെ പരിശുദ്ധമായ റമളാനിൻ്റെ ഈ സുന്ദരമായ ഈ വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ ഒരുപാട് അമലുകളുണ്ട്, ചെയ്യാൻ പറ്റിയ ഒരുപാട് അമലുകൾ. പ്രത്യേകിച്ച് റമളാനിൻ്റെ അവസാനത്തെ 10 നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ദിക്റുകളുണ്ടല്ലോ. റമളാൻ 1 തൊട്ട് 30 വരെ പറയേണ്ട ദിക്റുകളുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അത് നമ്മൾ പറഞ്ഞവരാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആദ്യത്തെ 10 നമ്മൾ പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അത് നമുക്ക് ഇനിയും പറയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ 10 പറഞ്ഞ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അതും നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ മൂന്നാമത്തെ 10 നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്റുകൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി തുടങ്ങിയ ദിക്റുകൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കണം. പിന്നെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച കടന്നു വരുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമ്മൾ പലവരും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത്? ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസ് യൗമുൽ ജുമുഅ, അതായത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് വെള്ളിയാഴ്ച ദിവസമാണ്. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, അതുകൊണ്ട് അക്സിറു സ്വലാത്ത് അലയ്യ യൗമൽ ജുമുഅ വ ലൈലത്തുൽ ജുമുഅ, അതുകൊണ്ട് എൻ്റെ മേലുള്ള സ്വലാത്തുകൾ നിങ്ങൾ ഒരുപാട് കണ്ട് ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും അധികരിപ്പിക്കണേ എന്ന് നബി തങ്ങൾ പറയുന്നു. വമൻ സ്വല്ലാ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറ, ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അല്ലാഹു 10 സ്വലാത്ത്. ഇത് റമദാൻ അല്ലാത്ത ദിവസങ്ങളിലാണ്. റമദാനിലാണെങ്കിൽ 10 അല്ല, ഒരുപാട് അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു രാവിലാണ് നമ്മളുള്ളത്. നാളെ വെള്ളിയാഴ്ച പകൽ കടന്നു വരികയാണ്. അപ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, പരമാവധി നമ്മളിപ്പോൾ പറഞ്ഞ ദിക്റുകൾ അധികരിപ്പിക്കണം, സ്വലാത്തുകൾ പറയണം. ഏത് സ്വലാത്ത് പറയും? ഒരു സ്വലാത്ത്, ഏത് സ്വലാത്ത് ചൊല്ലിയാലും പ്രതിഫലമാണ്. ഒരു സ്വലാത്ത് അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അതിനു മുമ്പ് ആ സ്വലാത്ത് ഒരു മനുഷ്യൻ 100 പ്രാവശ്യം ചൊല്ലിയാൽ
100 പ്രാവശ്യം ആ സ്വലാത്ത് ഒരുവൻ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാം, അവനിക്ക് അള്ളാഹു തആല 100 പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കും. 100 പ്രാവശ്യം ചൊല്ലിയാൽ 100 പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവന്നാൽ ഇനി അത് 50 ആണെങ്കിൽ 50 പ്രയാസം മാറ്റിയേക്കാം, പിന്നെ 10 ആണെങ്കിൽ 10 പ്രയാസം. ഇവിടെ ഹദീസിൽ കാണുന്നത് 100 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ 100 പ്രയാസങ്ങൾ മാറ്റും. അതിൽ 70ഓളം പ്രയാസങ്ങൾ ആഖിറത്തിലെ പ്രയാസങ്ങളാണ്. അതുപോലെ തന്നെ 30ഓളം പ്രയാസങ്ങൾ അത് ദുനിയാവിലെ പ്രയാസങ്ങളാണ്. ഇതൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. പിന്നെയോ ഒരു മനുഷ്യൻ 1000 പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ ലം യമുത്, അവൻ മരിക്കുകയില്ല, ഹത്താ യറ മഖഅദു മിനൽ ജന്ന, അതായത് സ്വർഗത്തിൻ്റെ ഇരിപ്പിടം അവൻ കണ്ടിട്ടല്ലാതെ മരിക്കുകയില്ല. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് അവൻ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്നത് ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ്. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ്. അതൊക്കെ അല്ലേ നമുക്ക് ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതിന് സ്വലാത്ത് കാരണമാണെങ്കിൽ എത്രയോ വലിയ ഖൈറാൻ. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് പറയാൻ പോവുക, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഈ സ്വലാത്ത് പതിവാക്കിയാൽ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകും. ഒരുപാട് ഉമ്മമാർ ഒരുപാട് പരാതികൾ പറയുന്നവരാണ്, ഫോണിൽ വിളിച്ചും അല്ലാതെ നമ്മുടെ കമൻറ്റുകളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തി. റമദാനിൽ പോലും മക്കളുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവം ഉണ്ടാകുന്നു. ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞത്, മകൻ കള്ളു കുടിച്ച് എന്നെ തല്ലാൻ വരുന്നു എന്നാണ്. കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞതാണ്. ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ദിവസങ്ങളിലാണ് ആ ഉമ്മ പറഞ്ഞത്. അവർ നിസ്കാരപ്പായിലിരുന്നുകൊണ്ട് ഫോൺ വിളിച്ചിങ്ങനെ പറയുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി വിളിച്ചിട്ട് അവരുടെ ഭർത്താവ് റമദാനിലും കള്ളുകുടിയാണ്, മോശത്തരം ചെയ്യുകയാണ്, ഉസ്താദ് ദ്വാരക്കണം. അങ്ങനെ ചില ഭർത്താക്കന്മാർ ഭാര്യമാരുടെ സ്വഭാവം പറയുന്നു, മക്കളുടെ പ്രയാസം പറയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആരും തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. അതുപോലെ സാമ്പത്തികമായി പ്രയാസമുള്ളവർ, അതുപോലെ ശാരീരികമായി പ്രയാസമുള്ളവർ, രോഗങ്ങളുള്ളവർ, ഒരുപാട് കടങ്ങളുള്ളവർ, ഇതൊക്കെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അത് മനുഷ്യനാണ്, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് പ്രശ്നങ്ങൾ കൊടുക്കും. പക്ഷേ ആ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതൊക്കെ മാറ്റാനുള്ള സൊല്യൂഷൻ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് സ്വലാത്ത്. സ്വലാത്ത് അധികരിപ്പിക്കും തോറും അള്ളാഹു നമ്മുടെ ഹമ്മ് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, അതുപോലെ പ്രശ്നങ്ങൾ, അതൊക്കെ മാറ്റി നൽകും. ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ പോകുന്ന സ്വലാത്ത് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ മഹാനായ ഇമാം ഗസാലി തങ്ങളൊക്കെ പല കിതാബുകളിലും രേഖപ്പെടുത്തിയ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ പറഞ്ഞല്ലോ 100 പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹു തആല 100 പ്രയാസങ്ങൾ മാറ്റും, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാം, നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി നൽകും. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സ്വലാത്ത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കുല്ലമാ ദക്കറഹു الذاكرون വസല്ലി അലാ മുഹമ്മദിൻ കുല്ലമാ ഗഫല അൻഹുൽ ഗാഫിലൂൻ. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ പ്രയാസം തോന്നിയേക്കാം, എന്നാലും അത് 1-2 പ്രാവശ്യമൊക്കെ പറയുമ്പോൾ അത് എളുപ്പമായിട്ട് തോന്നും. ഒന്നുകൂടെ പറയാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കുല്ലമാ ദക്കറഹു الذاكرون വസല്ലി അലാ മുഹമ്മദിൻ കുല്ലമാ ഗഫല അൻഹുൽ ഗാഫിലൂൻ. അപ്പോൾ ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഒരുപാട് കണ്ട് നമ്മൾ പറയാൻ ശ്രമിക്കുക. ഇനി എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. അല്ലാഹുവേ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും എല്ലാവർക്കും നീ സദാസമയം ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. ആരെല്ലാം നബിയെ ഓർത്താലും ആരെല്ലാം വിസ്മരിച്ചാലും റബ്ബേ, നിന്നിൽ നിന്നുള്ള രക്ഷയും സമാധാനവും മുത്ത് റസൂലിനും അവിടുത്തെ കുടുംബത്തിനും നീ കൊടുക്കണേ അല്ലാ. ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ വലിയ പ്രതിഫലങ്ങൾ ഇത് നമുക്ക് റമദാനിൽ മാത്രമല്ല, റമദാൻ അല്ലാത്ത സമയത്തും ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാനുള്ള ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് എഴുതിയെടുത്തോ, അതുപോലെ കാണാതെ പഠിച്ചോ, സ്ക്രീൻഷോട്ട് എടുത്തോ. എൻ്റെ ഉമ്മമാർ ഇത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ 1-2 പ്രാവശ്യം ചൊല്ലിയേക്കാം, പിന്നെ അതങ്ങോട്ട് മറന്നു പോകും. പിന്നെ അടുത്ത വീഡിയോ വരുമ്പോൾ അടുത്ത കാര്യങ്ങൾ കേൾക്കുന്നു. അങ്ങനെയല്ല. ഇങ്ങനെ സ്വലാത്തുകളൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ദിക്റുകൾ പറയുമ്പോൾ അതൊന്ന്
എഴുതി വെച്ചാൽ വളരെ ഖൈറാണ്. പിന്നെ ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണല്ലോ. ഒരുപാട് ജോലി തിരക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ ഈ ഒരു സ്വലാത്ത് ഒരു നോട്ട് ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു ഡയറി പോലെ എടുത്ത് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് നമുക്കൊരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ചൊല്ലാൻ പറ്റിയാൽ വളരെ ഖൈറാണ്. ഇതെല്ലാ ഉമ്മമാർക്കും ഏത് സമയത്തും ചൊല്ലാം. ശുദ്ധിയുള്ള സമയത്ത്, ശുദ്ധി ഇല്ലാത്തപ്പോൾ, നിസ്കാരമുള്ള സമയത്ത് ഇല്ലാത്തപ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ ഈ സ്വലാത്ത് പറയാവുന്നതാണ്. അല്ലാഹു തആല ഈ സ്വലാത്തിൻ്റെ പ്രതിഫലം റബ്ബ് നമുക്ക് നൽകട്ടെ, ആമീൻ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി പിന്നീട് ചൊല്ലാം എന്ന് ആരും വിചാരിച്ചിരിക്കട്ടെ. ഇപ്പോൾ തന്നെ നമുക്കൊരു 11 പ്രാവശ്യം ഈ സ്വലാത്ത് ഒന്നിച്ച് നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കുല്ലമാ ദകറഹു الذاكرون وصل على محمد كلما غفل عنه الغافلون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد كلما غفل عنه الغافلون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد كلما غفل عنه الغافلون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد كلما غفل عنه الغافلون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد كلما غفل عنه الغافلون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد كلما غفل عنه الغافلون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد كلما غفل عنه الغافلون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد كلما غفل عنه الغافلون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد كلما غفل عنه الغافلون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد كلما غفل عنه الغافلون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد كلما غفل عنه الغافلون അല്ലാഹു തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ അതിൻ്റെ ഒരുപക്ഷേ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണ് ആയിരിക്കും നമ്മളുള്ളത്, അല്ലെങ്കിൽ നാളെ അവസാനത്തെ വെള്ളിയാഴ്ച ആവാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഇതുപോലുള്ള സ്വലാത്തുകൾ, അതുപോലെ ദിക്റുകൾ, ഒരുപാട് തസ്ബീഹുകൾ അതൊക്കെ നമ്മൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഈ സ്വലാത്തുകൾ മാത്രമല്ല, ഒരുപാട് ദിക്റുകൾ അറിയാം. ഇപ്പോൾ നമ്മൾ റമളാനിൻ്റെ അവസാനത്തെ 10 പറയേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ പറയാൻ ശ്രമിക്കുക. അതുപോലെ അസ്മാഉൽ ഹുസ്ന
നമ്മൾ ആ അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകതയും അസ്മാഉൽ ഹുസ്ന ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ മുൻപുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയെ പറ്റി യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം എന്ന് പറയുന്ന നൂറുൽ ഈമാൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ പേരുകൾ, അത് പറയാൻ ശ്രമിക്കുക. പിന്നെ പരിശുദ്ധമായ റമദാൻ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഖത്മുൽ ഖുർആൻ തീർക്കാൻ ഉള്ള ആളുകൾ വേഗത്തിൽ തീർക്കുക. ഇനി അടുത്ത ഖത്തം ഓതാനുള്ള ആളുകളുണ്ടെങ്കിൽ അത് വേഗം ഓതി തീർക്കുക. പിന്നെ അറിയാവുന്ന സൂറത്തുകൾ അതുപോലെ ആയത്തുകളൊക്കെ നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കുക. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദാ, പ്രഭാത നിസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം മലക്കുകൾ സാക്ഷി നിൽക്കുമെന്നാണ്. അതായത് പ്രഭാത സമയത്ത് സുബഹി നമസ്കാരത്തിലുള്ള ഖുർആൻ പാരായണം, അതിനുശേഷമുള്ള ഖുർആൻ പാരായണമൊക്കെ, അതായത് ഖുർആൻ പാരായണം ഏറ്റവും നടത്താൻ ഏറ്റവും ശ്രേഷ്ഠമുള്ള രണ്ട് സമയങ്ങൾ, ഒന്ന് സുബഹിക്ക് ശേഷം, രണ്ടാമത്തേത് ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയമാണ്. ആ സമയത്തുള്ള ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റുള്ള ഒരു ഖുർആൻ പാരായണമാണ്. മലക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സമയങ്ങളാണ്. അല്ലാത്ത സമയത്ത് ഓതിയാലും പ്രതിഫലമുണ്ട്. ഓരോ സമയത്തിനും ഓരോ പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല ഒരു ടൈം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ശേഷം അതുപോലെ ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള ഒരു സമയമാണ്. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് മറക്കണ്ട, സൂറത്തുൽ ആല, സൂറത്തുൽ ജുമാ, സൂറത്തുൽ വാഷിയ, സൂറത്തുൽ സജദ, അതുപോലെ സൂറത്തുൽ കഹ്ഫ്, അതുപോലെ ലൗ അൻസൽന, ആയത്തുൽ കുർസി, ആമന റസൂലു, ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത്, അതുപോലെ സൂറത്തുൽ ഫതഹിൻ്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂലുള്ള. അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകൾ, ഒരുപാട് ഫളീലത്തുകളുള്ള ഖുർആനിൻ്റെ സൂറത്തുകളുണ്ട്, ആയത്തുകളുണ്ട്. ഇതൊക്കെ പരമാവധി ഓതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ, നഖം മുറിക്കുക, അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പള്ളിയിലേക്ക് പുരുഷന്മാർ പോവുക. അതുപോലെ ഉമ്മമാരാണെങ്കിൽ തന്നെ നേരത്തെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് പരിശുദ്ധമായ ളുഹർ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. ഒരു ഒരുക്കം തന്നെ, അതായത് ജുമഅക്ക് പുരുഷന്മാർ പള്ളിയിൽ പോകുമ്പോൾ ഒരുങ്ങുന്നത് പോലെ ഒരു ഒരുക്കം എന്ന് വെച്ചാൽ ഭയങ്കര ഒരുക്കം, പള്ളിയിലേക്ക് പോകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ജോലി വേഗത്തിൽ തീർത്തതിന് ശേഷം ഒന്ന് കുളിക്കാൻ പറ്റിയാൽ അതൊരു ഖൈറാണ്. നല്ലതുപോലെ കുളിച്ച് അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിസ്കാരപ്പായിലേക്ക് ചെന്ന് നല്ലതുപോലെ ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്തുണ്ട്, ശേഷമുള്ള 4 റക്അത്ത് സുന്നത്തുണ്ട്. ഇനി 2 നിസ്കരിച്ചാലും കുഴപ്പമില്ല. അതുപോലെ ളുഹർ നമസ്കാരം നല്ലതുപോലെ നിർവഹിച്ച്, അതുപോലെ ഇമാമും ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ നിർവഹിച്ച്, സൂറത്തുൽ കഹ്ഫ് അതിന് ശേഷമോ മുന്നയോ ഓതി, സ്വലാത്തുകൾ അധികരിപ്പിച്ച്, അസ്മാഉൽ ഹുസ്ന ഓതി, അങ്ങനെ നമ്മളൊരു എന്താ പറയുക, റമദാൻ നമുക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടും എന്നുള്ള, എനിക്ക് പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാകുന്നത് വരെ ഇബാദത്തുകൾ ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമാക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ പകലിലും രാത്രിയിലും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി വരുന്ന രാവുകൾ, ഇന്ന് 23-ാം രാവാണ്, പ്രത്യേകം ഹയാത്താക്കെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മഗ്രിബും ഇശായും ഒരിക്കലും ഖളാ ആക്കാതെ പ്രത്യേകം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക. അതുപോലെ വിത്ർ നമസ്കാരം, അതുപോലെ തഹജ്ജുദ്, അതുപോലെ റമദാനിൽ നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം, അതുപോലെ ഖുർആൻ പാരായണങ്ങൾ, ദിക്ർ, സ്വലാത്ത്, അതൊക്കെ നമ്മൾ ഇന്നത്തെ രാത്രിയിലും അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ റമദാനിൻ്റെ ഒറ്റ രാവുകൾ, പ്രത്യേകിച്ച് അവസാനത്തെ ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്നാണല്ലോ. അപ്പോൾ ഇന്ന് 23-ാം രാവാണ്, ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകം ഹയാത്താക്കാൻ ശ്രമിക്കുക. പിന്നെ എല്ലാവരും പരസ്പരം ദുആരക്കണം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര്, നിങ്ങൾക്ക് തന്നെ കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ നമുക്കില്ലാത്ത പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകൾക്കാണ്, മറ്റുള്ളവർക്കില്ലാത്ത പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സമാധാനവും എല്ലാവിധ ഖൈറും സലാമത്തും ജീവിതത്തിൽ നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുക്കുമ്പോൾ വലിയ ജാരിയായ സ്വതക്കയുടെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകും. പ്രത്യേകിച്ച് റമദാൻ മാസമാണ്. നമ്മളീ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ ആരെങ്കിലും ഒരാൾ കണ്ടാൽ അയാളത് പ്രവർത്തിച്ചാൽ നമുക്കും അത് ഗുണമാണ്. അല്ലാഹു തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ വീഡിയോകൾക്കും താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാതെ ഫോണിൽ വിളിച്ച് പറയുന്നവരുണ്ട്, നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട്. അല്ലാഹു
അള്ളാഹു ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറയുന്നുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. വർഷങ്ങളായി കാലുവേദന അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ വർഷങ്ങളായിട്ട് കഴുത്തിന് പ്രയാസമുള്ളവർ, ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളവർ, കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ, അതുപോലെ ശ്വാസതടസ്സമുള്ളവർ, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുള്ള മാരകവും അല്ലാത്തതുമായ ഒരുപാട് അസുഖങ്ങൾ അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളും ഷിഫയാക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് അള്ളാഹു ഈമാൻ നമുക്ക് സലാമത്താക്കി നൽകുമാറാവട്ടെ. നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു നൽകട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ വാഹനം എല്ലാത്തിനും അള്ളാഹു സലാമത്തും റാഹത്തും നൽകുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്കൊട്ടും കുറയാതെ നൽകട്ടെ. ആമീൻ. നമ്മളിന്ന് എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മുടെ വീടുകളിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഭയങ്കര നഷ്ടം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ശ്രദ്ധിച്ചാൽ വലിയ ലാഭവും ഉണ്ടായേക്കാം. ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അതുപോലെ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ പരിചയപ്പെടാൻ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ വീട്ടിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ 5 കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.